ലോകം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളിലേക്ക് വരികയാണ്. വീണ്ടും ലോകം മറ്റൊരു യുദ്ധ കാഹളത്തിലേക്ക് എത്തുകയാണോ, അല്ലെങ്കിൽ മറ്റൊരു യുദ്ധമുഖം ലോകത്ത് തുറക്കപ്പെടുകയാണോ എന്ന സംശയത്തിലാണ് എല്ലാവരും. പഹൽഗാം ആക്രമണം കൊണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിന് ഏറ്റ മുറിവാണ് ഉണങ്ങാതെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അത് ഏത് സമയമാണെന്ന് ആർക്കും ഇതുവരെ വ്യക്തമല്ല. ലോകരാജ്യങ്ങൾ ഇരുപക്ഷത്തും നിലയുറപ്പിക്കുകയാണ്. പാകിസ്ഥാന് ചുറ്റും ഒരു പ്രത്യേക ശക്തികൾ അണിനിരക്കുമ്പോൾ ഇന്ത്യക്ക് ചുറ്റും അതിശക്തരായ പല രാജ്യങ്ങളും നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മൻ കി ബാത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ജമ്മു കാശ്മീരിൻ്റെ വളർച്ച ഭീകരവാദികൾക്ക് ദഹിക്കുന്നില്ല. രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. ഭീകരാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ഓരോ പൗരനും രോഷാകുലനായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തോടെ എല്ലാ പൊതുജനങ്ങളും പൗരന്മാരും തുടരണമെന്നുള്ള ആഹ്വാനമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇന്നത്തെ നിലപാട് പരിശോധിക്കുന്നത് ഇതാണ്: പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇനിയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ എപ്രകാരമായിരിക്കും? ലോകരാജ്യങ്ങൾക്ക് ഇതിലുള്ള പങ്ക് എപ്രകാരമായിരിക്കും? നിലപാടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ലിയോപോൾ, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. ഈ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവിന് തന്നെ തൊട്ട, അല്ലെങ്കിൽ ഹൃദയത്തിനേറ്റ ഒരു മുറിവ് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരായ ടൂറിസ്റ്റുകൾ അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിനായിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്തേക്ക് ഭീകരവാദികൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അവർ ദിവസങ്ങളായിട്ടുള്ള പ്ലാനിങ്ങിൻ്റെ പുറത്ത് അവിടെ എത്തുകയും നിരപരാധികളായിട്ടുള്ള പാവങ്ങളായ ആ ടൂറിസ്റ്റുകളെ അല്ലെങ്കിൽ സഞ്ചാരികളെ അവർ നിഷ്കരണം മതത്തിൻ്റെ പേരിൽ കൊല ചെയ്യും. നമ്മളതാണ് ചിന്തിക്കേണ്ടത്. മതത്തിൻ്റെ പേരിൽ അവരെ നിഷ്കരണം വധിക്കുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് പോയി. ഇന്ത്യ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നും പല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇന്ത്യ പ്രതികരിച്ച രീതി ശരിയായില്ല, റാപ്പിഡായിട്ട് ഇപ്പോൾ നമ്മൾ പശ്ചിമേഷ്യയിലൊക്കെ കാണുന്നത് പോലെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നതിന് ശേഷം പെട്ടെന്ന് പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ ഇന്ത്യ മാറണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പ്രതിപക്ഷത്തൊക്കെ ഉള്ള പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ ആ തലത്തിലൊക്കെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതിപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാട്ടിലെ, എന്തിനു പറയുന്നത്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ട്വിറ്ററിൽ എഴുതിയ പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ അത് ഉപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അഭിപ്രായം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു വന്നത് പഹൽഗാമിലെ ആക്രമണമാണ്. എന്തായാലും ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ ഒരു മുറിവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മൻ കി ബാത്ത് എന്ന റേഡിയോ പ്രോഗ്രാമിൽ പറഞ്ഞത് അത് തന്നെയാണ്. എല്ലാവരും ഒരുമയോടുകൂടി ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനുള്ളിൽ, നമ്മുടെ കുടുംബത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒരു വിഭാഗീയത ഈ ഒരു കാര്യത്തിൽ വേണ്ട എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് ഉണ്ടായത്. ജോലിയൊക്കെ ഇപ്പോൾ ഈ ലോകക്രമത്തിൽ തന്നെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നതായിട്ടൊരു തോന്നൽ. കാരണം നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇവിടൊക്കെ യുദ്ധത്തിന് ഇരയാകുന്ന രാജ്യത്തോട് ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫണ്ടിങ്, അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ഇക്കോണമി ആയിട്ടൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ പ്രകോപിപ്പിച്ച്, നമുക്ക് പല വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് സാധാരണ പാകിസ്ഥാന് ജനങ്ങൾക്ക് മുന്നിൽ അപ്രസക്തമാകുന്ന സംഭവങ്ങളിൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഒന്ന് ചങ്കൂറ്റമുണ്ടെന്നൊക്കെ അത് കാണിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഭീകരരെ ഇറക്കി വിടുകയും അതിനുശേഷം ഇന്ത്യ ആയിട്ടൊരു കൊമ്പ് കോർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പണ്ട് തൊട്ടേ പാകിസ്ഥാൻ അനുവർത്തിച്ചു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ യുദ്ധം കൊതിച്ചുകൊണ്ടാണോ ഈ പാകിസ്ഥാൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തതും ഇന്ത്യ ആയിട്ട് ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിൽ എടുത്ത് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപാട് എന്താ പറയുക യുദ്ധഭീതിയാണ്, അല്ലെങ്കിൽ യുദ്ധങ്ങളതാണ്. നമുക്കറിയാം, ഇപ്പം ഇസ്രായേലും പലസ്തീനുള്ള യുദ്ധം അതിനകത്ത് യാതൊരു എന്താ പറയുക ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും വലിയ പ്രശ്നങ്ങൾ കടന്നു പോവുക. ഇനി റഷ്യ യുക്രൈനാണെങ്കിലും അവിടെ പല ചർച്ചകളുടെ തന്നെയും അവിടെയും അവസ്ഥ വളരെ മോശമാണ്. അത് കൊല്ലപ്പെടുന്നു, അത് പല അവസ്ഥകളുണ്ട് അവന്. അപ്പോൾ അങ്ങനെ ലോകത്തിലാകമാണ് ഒരു പ്രത്യേക അവസ്ഥ കടന്നു. അപ്പം ജിയോ പൊളിറ്റിക്സ് വല്ലാതെ മാറുന്നു. അതുപോലെ തന്നെ പറയാം, ഈ രാജ്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ തന്നെയും അതുപോലെ ലോകക്രമം തന്നെയും ആകെപ്പാടെ മാറി മറിയാണ്.
പാകിസ്ഥാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു ആയുധപരമായ ഒരു അവസ്ഥയുള്ള പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാൻ എന്ന രാജ്യം വളരെ പട്ടിണിയിലാണ്, ദരിദ്രത്തിലാണ്. അതുപോലെ തികച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊന്നും തന്നെ ഇന്റേണലായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷസ് ഉണ്ട്. അതുപോലെ തന്നെ അതുപോലെ പഞ്ചാബ്, അതുപോലെ ബലൂചിസ്ഥാൻ പ്രവിശ്യ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അസ്വസ്ഥകളും അവർ കടന്നു പോകുന്നുണ്ട് അവർ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ ഇവർക്ക് എന്താ ഒരു പ്രശ്നം, അപ്പം പലപ്പോഴും രാജ്യത്ത് ഈ അസ്ഥിരത ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഈ ഭരണകർത്താക്കളുടെ ഒരു തന്ത്രമാണ് അവിടെ ഒരു പൊതു ശത്രുവിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക, അങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ എപ്പോഴും പാകിസ്ഥാനിന്റെ പൊളിറ്റീഷ്യൻസ് ഇറക്കുന്ന ഒരു പ്രമുഖമായ കാർഡാണ് ഒരു ഇന്ത്യ വിരുദ്ധത, അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധത എന്നൊക്കെ വേണം പറയാൻ സാധിക്കുകയാണ്. യഹൂദ വിരുദ്ധത പോലെ, വിരുദ്ധ പോലെ അങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവർക്കുള്ള ധൈര്യം വരേണ്ട അവസ്ഥയില്ല. ഇനി അതിന്റെ മറ്റുള്ള പല വശങ്ങൾ, ഇപ്പോൾ ലിജോ പറഞ്ഞ പോലെ മറ്റുള്ള പല വശങ്ങൾ കാണണം ശരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഇന്ത്യ അല്ലെങ്കിൽ ഇസ്രായേൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു അടുത്ത ബന്ധമൊക്കെ ഈ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ലോകക്രമം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഐഡിയ ഉള്ള കുറേ രാജ്യങ്ങൾ, അതിവൻ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ ഉണ്ട് ശരിക്കും. ഈ ട്രംപിന്റെ വരവോട് തന്നെ ഒരു ഫാർ റൈറ്റിന്റെ ഒരു ചെറിയ എന്താ പറയുക കടന്നു വരവ്, അതിപ്പോൾ ഇറ്റലിയോ അല്ലെങ്കിൽ ഹംഗറിയോ US അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ. അപ്പം അവരോടൊക്കെ നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ പാകിസ്ഥാനകത്ത് മറ്റൊരു വലിയൊരു രാഷ്ട്രീയം കാണുന്നതാണ് ശരിക്കും ഈ രീതി ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഈ ഫാർ ലെഫ്റ്റ് ഇസ്ലാമിസ്റ്റ് ഐഡിയ, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഡീപ് സ്റ്റേറ്റ്, അങ്ങനെ ഈ ഒത്ര ഗ്രൂപ്പിൽ ഈ രീതിയിലുള്ള ഒരു തത്വസംഹിത ഫോളോ ചെയ്യുന്ന ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, അല്ല മിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ വരെയും രഹസ്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ചിന്ത ശരിക്കുണ്ട്. അത് മനസ്സിലാക്കാൻ മറ്റൊരു വലിയ പോയിന്റ് ആണ് ഇന്ത്യയുടെ ഒരു സ്റ്റേബിളായ, ഒരു പരിധിവരെ ഇന്ത്യയുടെ ഒരു സ്റ്റേബിളായ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അവസ്ഥകൾ. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ഭരണാധികാരിയുണ്ട്, ഇന്ത്യയുടെ ഭരണം വളരെ ഒരു സ്ഥിരതയുള്ളതാണ്, ഇന്ത്യ എല്ലായിടത്തും ഒരു വേൾഡ് മാറ്റേഴ്സിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ അതുപോലെ ഇസ്രായേലോട്ടുള്ള അടുത്ത ബന്ധം, അതൊക്കെ വലിയ പ്രശ്നം അടിച്ചിരിക്കുക. അപ്പോൾ ഈവൻ എന്നാ പറയുക, ഈ ഇസ്ലാമിസ്റ്റ് രാജ്യത്തിലെ നേതാക്കന്മാർ വരെ മോഡിയെ ബഹുമാനിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മൾ കാണാത്ത ഒരുപാട് രാഷ്ട്രീയ വശങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ചുമ്മാ ഒരു ആക്രമണം ഒരിക്കലും പറയാൻ സാധിക്കുക. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യയെ പോലെ ഇത്രമാത്രം സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു രാജ്യത്തെ കയറി ഇത്രമാത്രം ഇന്ത്യയെ എന്നാ പറയുക വല്ലാതെ വേദനിപ്പിക്കുന്ന, ഇന്ത്യയുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്ന, ഇന്ത്യയെ നാണം കെടുത്തുന്ന, ഇന്ത്യയെ വല്ലാതെ എന്താ പറയുക തികച്ചും ഒരു അരാജകത്വ അവസ്ഥയിലേക്ക് ഇന്ത്യയെ തള്ളിവിടുന്ന, ഒരു പ്രത്യേക അവസ്ഥയിൽ തള്ളിവിടുന്ന ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം പാകിസ്ഥാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ ഗൂഢാലോചന ഉണ്ട് ശരിക്കും. അതിനകത്ത് എല്ലാവരും ചേർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പട്ടാളത്തിനോ പാകിസ്ഥാൻ്റെ എന്നാ പറയുക ഈ ഭരണകർത്താക്കൾക്കൊന്നും അതിനകത്ത് മാറാൻ സാധിക്കില്ല. ഇനി മറ്റൊരു പ്രശ്നം ലിയോ ശ്രദ്ധിച്ചേ, ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായ ശേഷം എത്ര ഇമ്മച്ചുവറായിട്ടാണ് ഈ പാകിസ്ഥാനിലെ പൊളിറ്റീഷ്യൻസ് പ്രതികരിക്കുന്നത് ഓർത്ത് നോക്കി. അവരെന്താ പറയുന്നവർ? ഈയിടെ ഞാൻ കണ്ടതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഓർക്കായത്, ഞങ്ങൾക്കുള്ള മിസൈലുകൾ, അത് ഷഹീൻ ആയിക്കോട്ടെ, അത് മറ്റുള്ള തൽമൂദ് ആയിക്കോട്ടെ, അതൊന്നും ചുമ്മാ ഞങ്ങൾ കാഴ്ച വസ്തുക്കളല്ലാതെ കാഴ്ച പ്രദർശിപ്പിക്കാനുള്ളതല്ല, അതൊക്കെ ഞങ്ങൾ ഭാരതത്തിനെതിരെ ഉപയോഗിക്കാനുള്ളതാണ്. ഇവിടെ ഒരു കടന്നു പറയുകയാണ്, ഞങ്ങളുടെ 134 അണുവായുധങ്ങൾ, ഇതുവരെ അവരുടെ അണുവായുധങ്ങളെ കുറിച്ച് ആ ഒരു ക്ലാരിറ്റി ഇല്ല, അതൊക്കെ ഞങ്ങൾ ഭാരതത്തിനെതിരെ വെച്ചിരിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള പ്രകോപന പറയുന്നത് സാധാ പബ്ലിക് അല്ല, ഒരു വികാരം, തങ്ങളുടെ ദേശീയ ബോധത്തെക്കുറിച്ചുള്ള വികാരം ഉയർത്തിക്കൊണ്ട് ഒരു സാധാ പൗരൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഇത് തികച്ചും റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കസരകളിൽ ഇരുന്നു കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇമ്മച്ചോറായ പ്രസ്ഥാനങ്ങൾ, അവർ ഭയങ്കര വീരവാദം മുഴക്കാണ്. ഞങ്ങൾ ഇനി മറ്റൊരാൾ പറഞ്ഞവർക്ക് സുൽഫിക്കർ ഖലീഫൂട്ടയുടെ കൊച്ചുമോൻ പറഞ്ഞ ബാക്കി അവർക്ക് എന്താ പറഞ്ഞ സിന്ധിലൂടെ ഞങ്ങളുടെ വെള്ളം ഒഴുകും, അതുപോലെ ഹിന്ദുസ്ഥാനികളുടെ രക്തം ഒഴുകും. അപ്പൊ അതിന് ഈ പ്രകോപനപരമായ, അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പൊതുപരിധിവരെയും പത്രങ്ങൾ പറയുന്ന പോലെ പാകിസ്ഥാൻ നാവ് കൊണ്ട് അവർ ബോംബിടുകയും മിസൈലേക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ ആക്ഷനിലേക്കാണ്. പിന്നെ മറ്റൊരു വലിയ പ്രശ്നം വെച്ചാൽ ഇന്ത്യ ഇത്രയും ദിവസമായിട്ടും ആക്ഷനിലേക്കൊന്നും പോയില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിനകത്തുള്ള ഒരു സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്തൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള സംസാരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്ത്യ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങോട്ട് അറ്റാക്ക് മാത്രം പറയാം, മറിച്ചൊരു പ്രിക്കോഷൻ ആവശ്യമായിരിക്കും. ഇതൊരു ബൃഹത്തായ രാജ്യമാണ്, മനസ്സിലാക്കണം. കാശ്മീർ മുതൽ ഇവിടെ കന്യാകുമാരി വരെ കിടക്കുന്ന ഒരു ബൃഹത്തായ രാഷ്ട്രീയം. അപ്പോൾ അവരുടെ മിസൈലുകളുണ്ട്, പല രീതിയിലുള്ള അറ്റാക്കുകളുണ്ട്, ഉറപ്പായിട്ടും അറ്റാക്ക് സംഭവിച്ചാൽ അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ പ്രിക്കോഷൻ എടുക്കേണ്ട വളരെ ആവശ്യമാണ്. വെച്ചാൽ ഇന്ത്യയുടെ സിവിലിയൻസിൻ്റെ ലൈഫും ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സംഭാഷണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ രീതിയിൽ പാകിസ്ഥാൻ്റെ ഈ പ്രകോപനമായ ഈ നടപടി ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോകത്തിൻ്റെ ഒരു സമാഹാരമായ മുന്നോട്ട് പോക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം പശ്ചിമേഷ്യയിലെ പ്രശ്നം, യൂറോപ്പിലെ പ്രശ്നം, റഷ്യയിലെ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കോർ ഇഷ്യൂ ആണല്ലോ, ഈ പലസ്തീൻ ഇസ്രായേൽ പോലെ തന്നെ ഒരു കോർ ഇഷ്യൂ ആണ് ഈ കാശ്മീർ, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ, വലിയ ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ വീണ്ടും സജീവമായി കൊണ്ടുവന്ന്
വീണ്ടും എന്താ പറയുക ഈ ഒരു മത തീവ്രവാദം ആ രീതിയിൽ പറയാണ്ടിരിക്കുന്നു. ഈ മസ്താഖിന് അവിടെ കൊലപാതകത്തിൽ തന്നെ അവർ ഉപയോഗിച്ച ഒരു ടാക്ടിക്സ്, അവർ പ്രത്യേക മതക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് കൊന്നു. അതൊക്കെ ശരിക്ക് അവർക്ക് ഒരു പരിധിവരെയും മറ്റു രീതിയിലുള്ള ഒരു വലിയ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. ശരിക്കും തീവ്ര സ്വഭാവമുള്ള യുവാക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയുള്ള പാകിസ്ഥാൻ്റെ ബോധപൂർവമായ ശ്രമം നമുക്കല്ലെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ രീതിയിലുള്ള പല അവസ്ഥകൾ പോകുന്നത് അതിൻ്റെ ചൈനയുടെ ഒരു എന്താ പറയുക സ്റ്റാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, അമേരിക്കയുടെയാണ്, റഷ്യയുടെയാണ്, അതുപോലെ തുർക്കിയിൽ നിന്ന് ആയുധം എത്തിയെന്ന് പറയുന്നു. അതൊക്കെ എന്താ പറയുക സംഗതികൾ കുറേ വേഴ്സാക്കുള്ളൂ. ശരിക്കും ഭയങ്കര മോശമാക്കാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേബിളായ ഇക്കണോമിക് അവസ്ഥ യുദ്ധം ഉണ്ടായതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമോ, ഇന്ത്യയുടെ സ്റ്റേബിളായ ഇക്കണോമിക് അവസ്ഥ അത് പാകിസ്ഥാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. ആ അവസ്ഥയ്ക്ക് ഒരു വലിയ തകർച്ച ഉണ്ടാവും. അതാണ് അവരുടെ മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു രക്ഷ്യം, ചൈനയുടെ ഒരു രക്ഷ്യം ഒരു അതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്പ് രാജ്യങ്ങളുടെ രക്ഷ്യം അതായിരിക്കും. ഇന്ത്യയുടെ ഒരു സ്റ്റേബിൾ ഇക്കണോമിക് അവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ വളർച്ച, അതൊക്കെ ഒരു വിഷയമായിരിക്കും. അപ്പോൾ അങ്ങനെ പല ഇഷ്യൂകൾ എങ്ങനെയാണെങ്കിലും ഇതൊരു അപകടകരമായ നീക്കമാണ് പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അവരുടെ സൈന്യം, അവരുടെ രാഷ്ട്രീയക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും വേദനാജനകമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തെ അല്ലെങ്കിൽ സുരക്ഷാ പാളിച്ചയാണ്, പിന്നെ ഫെയിലറാണ് സംഭവിച്ചതെന്നുള്ള, ഇപ്പോൾ നമ്മുടെ വീട് തുറന്നിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ തന്നെ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ മറ്റൊരാൾക്ക് അനുവാദമില്ല. ഇല്ല, അവിടെ ആളില്ലെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഒരു പൂട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവിടെ കയറാൻ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ അവിടേക്ക് കടന്നു വന്ന് ഇങ്ങനെ ഒരു ആക്രമണം നടത്തി വളരെ വ്യക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അതിൻ്റെ പുറകെ കാണും. അതിൻ്റെ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും അതിൻ്റെ സപ്പോർട്ട് അതിന് പുറകെ കാണും. ഇപ്പോൾ അരുണിലേക്ക് വന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ന് തുർക്കി ഡ്രോണുകളും മറ്റു ആയുധങ്ങളൊക്കെ പാകിസ്ഥാൻ കറാച്ചിയിലേക്ക് വന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകിസ്ഥാൻ്റെ പുറകിൽ ഈ ഒരു യുദ്ധത്തിനായിട്ടുള്ളൊരു ഒരുക്കം മറ്റ് രാജ്യങ്ങൾ വഴി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കുമുണ്ട്. ഇപ്പോൾ അത് പരസ്യമായിരിക്കുകയാണ് തുർക്കിയുടെ ഒരു നീക്കത്തിലൂടെ. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക് ഒരു മധ്യസ്ഥരായി നിൽക്കാനുള്ള ഒരു സന്നദ്ധത. ഇറാന് ഇസ്രായേലുമായിട്ടും ഇറാൻ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നു, അപ്പോഴും പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയില്ല. അപ്പോൾ ഇത് ഒരു പ്രോബ്ലമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ലോകരാഷ്ട്രങ്ങൾ കണ്ടു തുടങ്ങി എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇസ്രായേൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെ പാകിസ്ഥാൻ ഏതോ ഒരു നിയമം പാസ്സാക്കി എന്ന് പറയുന്നു. കാരണം ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്താൽ അത് മുസ്ലിം മറ്റ് രാഷ്ട്രങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്നത് പോലെയാണ് എന്നൊരു നിയമം പാസ്സാക്കി ഇന്ത്യ നേരെ തിരിച്ച് ഇസ്രായേലുമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കി. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്താൽ അത് ഇസ്രായേലിനെതിരെ കൂടി യുദ്ധം ചെയ്യുന്നതായിട്ടുള്ളൊരു കരാർ. അതിനുശേഷമുള്ള ഇസ്രായേലും ഇന്ത്യയായിട്ടുള്ള ബന്ധം നമുക്കറിയാം. UPA ഗവൺമെൻറ് അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഒരു ന്യൂട്രലായിട്ടുള്ള പാലസ്തീനോടും ഇസ്രായേലിനോടും ന്യൂട്രലായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. പക്ഷേ മോദി വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ട് കൂടുതൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്, നെതന്യാഹുവും മോദിയുമായിട്ടുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ റഷ്യയുടെയും ഇതിന് പുറകിലൊരു സ്വാധീനം ഇപ്പം ഈ ഒരു ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂവിൽ മറ്റ് രാജ്യങ്ങളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്ന്, ലോകക്രമത്തിലുണ്ടായിരുന്ന വരുന്ന മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പഹൽഗാമിലുണ്ടായ ആക്രമണം 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് അതേ പതിപ്പായിരുന്നു. നമ്മൾ ചിന്തിച്ചാൽ ഒന്ന് മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ കൊന്നു. രണ്ടെന്ന് പറയുന്നത് ഈ അതിർത്തി ഭേദിച്ച് കയറി വന്ന സാധാരണക്കാരായ ജനങ്ങൾ. സാമ്യം ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തെക്കൻ ഇസ്രായേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്ത് സാധാരണക്കാരായ സംഗീത പ്രേമികളാണ് അവിടെ വന്നിരുന്നത്. അവരുടെ ഇടയിലേക്കാണ് ഹമാസ് വന്ന് വളരെ ക്രൂരമായിട്ട് ബ്രൂട്ടലായിട്ട് ആ ആളുകളെ കൊന്നു കളഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ പഹൽഗാമിൽ എന്ന് വെച്ചാൽ അവിടെ ടൂറിസ്റ്റുകളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ ആളുകളെ അവർ എൻ്റർടൈൻമെൻറ്റായിട്ട് അല്ലെങ്കിൽ അവർ ജീവിത ഉല്ലാസത്തിനായി വന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന് അവരെ കൊല്ലുക, അതിലൊരു സാമ്യം. രണ്ട്, മതത്തിൻ്റെ സാമ്യം. അപ്പോൾ ഇങ്ങനെ ഹമാസിൻ്റെ അറ്റാക്കിനോട് വളരെ സാമ്യമുള്ളൊരു അറ്റാക്ക് പഹൽഗാമിൽ നടന്നു. അത് ശരിയല്ലേ അരുൺ? ലിയോ, നമുക്ക് ഈ രണ്ട് ആക്രമണങ്ങളും തമ്മിൽ പരിശോധിക്കുമ്പോൾ കൃത്യമായ സാമ്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്യം, ഈ രണ്ട് പ്രദേശങ്ങളും ശാന്തമായി കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്യം. മറ്റുള്ളതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ മതതീവ്രവാദം കയറി വരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളാണ്. ഒരു ദേശം ശാന്തമായി വരുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണ് എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ത്യ വളരെ കൃത്യമായ നടപടികളിലൂടെ ആർട്ടിക്കിൾ 370 അതോടൊപ്പം തന്നെ തുടർന്നും കേന്ദ്രത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ആ പ്രദേശത്തെ നിർത്തി ആ പ്രദേശത്തെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്ന നാളുകളിൽ
ഇവിടെ ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ ജനാധിപത്യം എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, ജനാധിപത്യ സംവിധാനത്തിലേക്ക് രാജ്യം തിരിച്ചു വരണം, കാശ്മീരിൽ ഇലക്ഷൻ നടക്കണം. അങ്ങനെ കോടതിയുടെയും മറ്റെല്ലാം നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ നടന്ന ഒരു ഇലക്ഷൻ നടന്നത്. ഈ ഇലക്ഷന് മുമ്പ് വരെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാശ്മീർ എത്രത്തോളം ശാന്തതയിലേക്ക് വന്നതായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോലും എത്രയോ പേരാണ് യാതൊരു ഭയമില്ലാതെ കാശ്മീരിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്രയോ പേരാണ് പോയത്. അപ്പോൾ കാശ്മീരിൽ ശാന്തത ഉണ്ടാകരുത്, ഗാസയിൽ ശാന്തത ഉണ്ടാകരുത്, ഇത് ആരുടെ ലക്ഷ്യമാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ യുദ്ധത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന് പേര് വിളിക്കും, പക്ഷേ ഇസ്രായേൽ ഹമാസ്, ഇസ്രായേലും ഹമാസ് തീവ്രവാദികളും തമ്മിലുള്ള യുദ്ധമാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കിയത്? അത് തീവ്രവാദികളാണ്, മത തീവ്രവാദികളാണ്. ആ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ അവരുടേതായ പിന്തുണ കൊടുത്തു. ഹമാസ് എന്താണ് ചെയ്തത്? ഹമാസ് മത തീവ്രവാദികളാണ്. അവർ ആ ഗാസ എന്ന പ്രദേശം തന്നെ അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ മത തീവ്രവാദികളെയും രാജ്യങ്ങളെയും നമുക്ക് രണ്ടായിട്ട് തന്നെ കാണണം. ഈ മത തീവ്രവാദം എവിടെ നിന്ന് വരുന്നു? ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ഏത് രീതിയിൽ കാശ്മീരിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാലും ഈ മത തീവ്രവാദത്തിൻ്റെ ആശയം പേറുന്നവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ആശയ തത്വസംഹിതകൾ അടിയിൽ കെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാശ്മീർ വീണ്ടും പൊട്ടിത്തെറിക്കും, കാശ്മീരിൽ വീണ്ടും അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോഴിവിടെ കാശ്മീരിലെ ആക്രമണം നടത്തിയവരുടെ പേര് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഈ റെസിസ്റ്റൻസ് എന്ന വാക്ക് മാത്രം നമ്മൾ പുറത്തേക്ക് ഒന്ന് എടുത്താൽ മതി. എവിടെ, ലോകത്തെവിടെയും നടക്കുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ചെയ്യുന്ന എല്ലാ യുദ്ധങ്ങൾക്കും അവർ പേരിട്ട് വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നാണ്. ഈ വാക്ക് കേൾക്കുമ്പോഴാണ് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. എന്താണ് ഇവരുടെ റെസിസ്റ്റൻസ്? ഇവരുടെ റെസിസ്റ്റൻസ് ഇവർക്കെതിരെ ആരും യുദ്ധം ചെയ്യാൻ വന്നാലുള്ള റെസിസ്റ്റൻസ് അല്ല. സാധാരണ നമുക്കറിയാം, ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരെ മറ്റൊരു വിഭാഗം വരുമ്പോൾ അവർ നടത്തുന്ന പ്രതിരോധത്തെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുക. പക്ഷേ ഇവിടെ ഇവരുടെ റെസിസ്റ്റൻസ് ഇതല്ല. ഇവരുടെ റെസിസ്റ്റൻസ് ഇവരുടെ തത്വസംഹിതകളിലല്ലാത്തവർ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ അവിടെ പോയിട്ട് ഇവർ റെസിസ്റ്റൻസ് കാണിക്കും. അവിടെ പോയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും, അതിനുശേഷം ഇരവാദം മുഴക്കും, അതിനുശേഷം ഇവരുടെ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ഇസ്ലാമോഫോബിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെ ഇത് തന്നെയാണ് ഇവർ ലോകമെങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇവരെ ഏറ്റെടുക്കാൻ, ഇതിനനുസരിച്ച് തുള്ളാനായിട്ട് ഇവിടെ ആൾക്കാരെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകത. അത് ഇവിടുത്തെ ഇടതായാലും വലതായാലും ഇവിടുത്തെ ഏത് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിലും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗാസയിൽ യുദ്ധം നടന്നു, അവിടെ മരണങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ സേവ് ഗാസ ക്യാമ്പയിൻ വന്നു. റാഫയിലേക്ക് ആക്രമണം വന്നപ്പോൾ ഓൾ ഐസ് ഓൺ റാഫ വന്നു. ലക്ഷദ്വീപിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ സേവ് ലക്ഷദ്വീപ് വന്നു. എന്നാൽ ഇവിടെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പയിനിങ് നമ്മൾ കണ്ടോ? വേദനയുള്ള ചിലരൊക്കെ സേവ് ബംഗ്ലാദേശ് ഹിന്ദുസ് എന്നൊക്കെയുള്ള പേരിലും, അതുപോലെ തന്നെ നൈജീരിയയിൽ ക്രൈസ്തവർ കൊല്ലപ്പെടുമ്പോൾ സേവ് നൈജീരിയ എന്നുള്ള പേരിലൊക്കെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ആസൂത്രണത്തോടെ ഏതെങ്കിലും രീതിയിലുള്ള ക്യാമ്പയിനിങ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ വിഷയങ്ങളിൽ തന്നെയാണ്. എന്തുകൊണ്ട് പെഹൽഗാമിൽ അങ്ങനെ ഒരു ക്യാമ്പയിനിങ് കാണുന്നില്ല? ഇവിടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൃത്യമായ അജണ്ടകളും കളികളും എല്ലാം വെളിപ്പെട്ടു വരുന്നത്. ഇതറിയാതെ ഈ ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇപ്പോൾ പാകിസ്ഥാനികൾ എന്താ പറയുന്നത്, ആ ഭീകരരെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, അവർ കാശ്മീരിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. പക്ഷെ അവർ കാശ്മീരിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല. ഗാസയിലെ ഹമാസ് പാലസ്തീന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ല. അവരുടെ എല്ലാം ലക്ഷ്യം അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ കാഫിറുകൾ ഇല്ലാതാകുന്നത് വരെ അവർ എവിടെയാണോ അവിടെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ അവർ മറ്റൊരു സ്ഥലത്ത് പോകും. ഹമാസ് അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നു, ലോകം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്. ലോകം ഹമാസിന്റെ കീഴിലേക്ക് വരുന്നതല്ല, ലോകം ജയ്ഷെ മുഹമ്മദിന്റെ കീഴിലേക്ക് വരുന്നതല്ല, ലോകം ലഷ്കർ എ ത്വയ്ബയുടെ കീഴിലേക്ക് വരുന്നതല്ല, ലോകം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുന്നതാണ് തങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ മതം ഉറപ്പാക്കി കൊലകൾ നടന്നത്? അത് ഇന്ത്യ വിരോധമായിരുന്നെങ്കിൽ ഇന്ത്യക്കാരെ എല്ലാവരും കൊല്ലാമായിരുന്നല്ലോ. ഇന്ത്യക്കാരെ അല്ലല്ലോ കൊന്നത്. ഇവിടെ മതം ഉറപ്പാക്കിയാണല്ലോ കൊല നടന്നത്. ഇസ്രായേൽ എന്താണ് ചെയ്തത്? ഇസ്രായേൽ രാജ്യത്തോടല്ലല്ലോ അവർ യുദ്ധം ചെയ്തത്. ഇസ്രായേലിന്റെ സേനാ വിഭാഗങ്ങളോടല്ലല്ലോ അവർ യുദ്ധം ചെയ്തത്. അവർ ഇസ്രായേലിലെ ജൂതന്മാരെയാണ് ലക്ഷ്യമിട്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജൂതനും ഇസ്ലാം ഇതര മതസ്ഥരുമാണ് അവരുടെ വിഷയം ഇരിക്കുന്നത്. ഈ വിഷയം ഇരിക്കുന്നിടത്തോളം കാലം ഈ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാലത്ത് പാകിസ്ഥാനുമായിട്ട് ഒരു ഐക്യത്തിലേക്ക് വരണമെങ്കിൽ പോലും ഈ ഇസ്ലാമിക തീവ്രവാദികളെ അത് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം, കാശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം. അതല്ലാതെ നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് പോയതുകൊണ്ടോ പാകിസ്ഥാനുമായിട്ട് സമാധാനത്തിന് പോയതുകൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല, രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല, ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈരവാദം മുഴക്കി സഹതാപം നേടുക എന്നതിനപ്പുറത്ത്
ഒരു ഫണ്ടിങ്, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു ഫണ്ടിങ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യുദ്ധത്തിൻ്റെ എല്ലാം പുറകിൽ അതുണ്ടല്ലോ. ഇവിടെ തന്നെ ഗാസയിൽ എടുത്താൽ തന്നെയും അവിടെ ഹമാസ് ആഗ്രഹിക്കുന്നതും ഒരു നിശ്ചിത തുക ലോകരാഷ്ട്രങ്ങളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും മത സംഘടനകളിൽ നിന്നൊക്കെ വരുന്നത് പ്രതീക്ഷിച്ചാണ് അവരവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പാകിസ്ഥാനും ഇപ്പോൾ ഇക്കോണമിക്കിലേക്കെല്ലാം തകർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ ഒരു ആഗ്രഹം പാകിസ്ഥാൻ്റെ മനസ്സിലുണ്ടാവും. അത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഈ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഹമാസ് അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹിസ്ബുള്ള അറ്റാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹൂതികൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതൊരു ടെററിസ്റ്റ് സംഘടനകളാണ് ശരിക്കും. അവർ തീവ്ര സ്വഭാവം ഉള്ളവരാണ്. പക്ഷേ അവിടെ പ്രശ്നം അവരല്ല. പ്രശ്നം ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, ഒരു ശക്തിയുള്ളൊരു രാജ്യം, അല്ലെങ്കിൽ എന്താ പറയുക, ലോക രാജ്യങ്ങളുടെ ഇടയിൽ മാനിക്കപ്പെടുന്നൊരു രാജ്യം ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ഇറാൻ്റെ പ്രോക്സികളായി മാറുകയാണ് ശരിക്കും ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള സംഘടനകൾ. ഇവിടെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയുടെ അറ്റാക്ക് ചെയ്ത് പാകിസ്ഥാനിലാണ് അറ്റാക്ക് ചെയ്തത്. അതിപ്പോൾ ലഷ്കർ തോൽവി ആണെങ്കിലും അല്ലെങ്കിൽ ജെയ്ഷ് മുഹമ്മദ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് സംഘടന ആയിക്കോട്ടെ, ഏതാണെങ്കിലും ശരി, അപ്പം അവർ ഒരു പരിധിവരെ പാകിസ്ഥാൻ്റെ പ്രോക്സികളാണ്. അപ്പം ഈ പ്രോക്സികളെ ഉപയോഗിച്ച് എന്താ പറയുക, രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഈ പ്രോക്സികൾക്ക്, ഈ തീവ്രവാദ സംഘടനകൾക്ക് അവർക്ക് യാതൊരു എത്തിക്സും ഇല്ല, അവർക്ക് യാതൊരു ലോജിക്ക്, അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് യാതൊരു മോറലും ഇല്ല, അവർക്ക് എന്തും ചെയ്യാം അവർക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ക്രൂരമായ ആക്രമണം ഉണ്ടാകുന്നു. അത് എന്താ പറയുക, അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായി മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ മാറുകയില്ല. കാരണം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ നയിക്കുന്നത് അവരുടെ ഐഡിയോളജികൾ നമ്മൾ കാണാത്ത ഐഡിയോളജികളാണ്. ഇപ്പോൾ ചൈന വരെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ചൈന ഒരുക്കമാണെന്ന്. അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെ അതേ പറയാം. അപ്പോൾ പാകിസ്ഥാനിൻ്റെ ഫുൾ എന്താ പറയുക, അവരുടെ ഫുൾ ഒരു ഇൻവോൾവ്മെൻ്റ് ആയി മാറിക്കഴിഞ്ഞു ഇവിടെ. ഇനി മറ്റൊരു അവസ്ഥകൾ എന്താ അറിയോ, ഈ ഇസ്രായേലും ഭാരതവും ഒക്കെ ഈ തീവ്രവാദ സംഘടനകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ചില ഈ ബൈലോസ്, അല്ലെങ്കിൽ അവരുടെ മോട്ടോ, അവരുടെ ലക്ഷ്യങ്ങളാണ് അവരെ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്രായേൽ കീഴടക്കുക, അല്ലെങ്കിൽ റോം കീഴടക്കുക, അല്ലെങ്കിൽ ഭാരതം കീഴടക്കുക. അപ്പോൾ അതൊക്കെ അവർക്ക് എന്താ പറയുക, അവർക്ക് വർഷങ്ങളായിട്ടുള്ള അവരുടെ ചില ആശയധാരകളുടെ ഒരു വലിയ എന്താ പറയുക സ്വപ്ന സാക്ഷാത്കാരമാണ് അത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു നിഗൂഢതയും അതിൻ്റെ ഒരു ലക്ഷ്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ലിയോ പറഞ്ഞ മറ്റൊരു പോയിന്റ് ശരിയാണ്. കാരണം വെച്ചാൽ പാലസ്തീനിൽ നമുക്കറിയാം, പാലസ്തീനിലെ ഹമാസിൻ്റെ ലക്ഷ്യം ഫണ്ടിങ് തന്നെയാണ്. കാരണം വെച്ചാൽ പാലസ്തീൻ്റെ സാധാരണക്കാർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അവരവരുടെ സുഖലോലുതയ്ക്ക് വേണ്ടി, അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടി, അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്ക്, അവർ നേതാക്കന്മാരെല്ലാം ഒരു സുഖമായിട്ട് ജീവിക്കുന്നു. അതുപോലെ പാവങ്ങൾക്കൊന്നും ഇല്ലാത്ത അവസ്ഥ. അത് ഈ പാകിസ്ഥാനിലെ പ്രധാന നേതാക്കന്മാരുടെ മക്കളും കുടുംബവും മുഴുവൻ UK-ലും അമേരിക്കയിലും ഒക്കെയാണ്. ഇപ്പോൾ തന്നെ ഇന്ന് വരെ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇപ്പം കണ്ടൊരു നല്ലൊരു കാർഡ് റെക്കമെൻഡ് ചെയ്തു. നല്ലൊരു കാർഡ്. എന്താ അതൊരു കാർഡ് എന്ന് വെച്ചാൽ ഒരു ഇരവാദം, ഞങ്ങളുടെയാണ് കാശ്മീർ, ഇനിയിപ്പോൾ ഞങ്ങളൊരു ചെറിയ കൂട്ടുകൂടുതൽ ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടുമ്പോൾ അവർക്ക് വല്ലാതെ കരയാൻ പറ്റും. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഒരേ ആശയമുള്ള, അല്ലെങ്കിൽ ഒരേ മതവിശ്വാസമുള്ളവരെ എല്ലാം കൂടെ ഒന്ന് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അപ്പോൾ ശേഷം അവരുടെ സപ്പോർട്ട് ധാരാളമേ കിട്ടുമല്ലോ. അങ്ങനെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ മാറ്റുക, വീണ്ടും ഒരു ശത്രുവായിട്ട് എപ്പോഴും ഭാരതത്തെ പ്രതിഷ്ഠിക്കുക. ഇങ്ങനെ പല പല ലക്ഷ്യങ്ങൾ എൻ്റെ പറയുന്നുണ്ട്. ഈ പെഹൽഗാമിലെ സംഭവം ഹമാസിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞ വാക്കുകളാണ്. അതായത് ഹമാസും ജെയ്ഷെ മുഹമ്മദും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ തമ്മിൽ നടത്തിയ ഒരു രഹസ്യ ചർച്ചകളുണ്ട്. അപ്പോൾ ഈ ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഹമാസ് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിലെ, അല്ലെങ്കിൽ ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്നതിൽ ഹമാസിന് വലിയൊരു റോളുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ഒരു സമയത്ത് ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് കൃത്യമായ ഗ്രൗണ്ട് സപ്പോർട്ട് ഹമാസിന് കിട്ടി. അവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് അവിടെ ശാന്തമായൊരു അന്തരീക്ഷം വന്നു. അപ്പോൾ തീവ്രവാദികളുടെ മനസ്സ് ശാന്തമാവില്ല എന്ന കാര്യം നമുക്കറിയാം. ഒരു നാട്ടിൽ ശാന്തതയുണ്ടായി കഴിഞ്ഞാൽ ശാന്തമാകാത്തത് തീവ്രവാദികളുടെ മനസ്സ് മാത്രമാണ്. അപ്പോൾ ഗാസയിൽ നിന്ന് 10,000 ഇസ്രായേലിലെ ജോലിക്കായിട്ട് പോയിരുന്നു. ആ ആൾക്കാരെയാണ് ഹമാസ് ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലായിക്കോട്ടെ, കുറേ നാളുകളായിട്ട് ഇന്ത്യയിൽ നിന്ന് കൃത്യമായിട്ടൊരു ഗ്രൗണ്ട് സപ്പോർട്ട് പ്രത്യേകിച്ച് മോദി ഭരണത്തിന് കീഴിലെ തീവ്രവാദികൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. മുമ്പ് നമ്മളൊരു നിലപാടിൽ പറഞ്ഞതുപോലെ നാളുകളായിട്ട് ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് വളരാനായിട്ട് എത്രയോ ശ്രമിച്ചു. 2014 കാലം തൊട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകം മുഴുവൻ വളർന്നപ്പോൾ ഇന്ത്യയിൽ മാത്രം അവർക്ക് വളരാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്കൊരു ബേസ് ഉറപ്പിക്കാൻ സാധിച്ചില്ല. കേരളത്തിന് പോലെ എത്രയോ പേര് പുറത്തേക്ക് പോയി, ഇന്ത്യക്ക് പുറത്തേക്ക് പോയി. പക്ഷേ ഇന്ത്യക്കകത്ത് തീവ്രവാദം തുടങ്ങാനായിട്ട് അവർക്ക് സാധിച്ചില്ല. എന്തെങ്കിലും സാധിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ അതിനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതേപോലെ തന്നെ കാശ്മീരിലും അവിടുത്തെ ജനങ്ങളെല്ലാം സമാധാനം ആഗ്രഹിച്ച് അവരാ ഇന്ത്യയുമായിട്ട്, ഇന്ത്യയുടെ കൾച്ചറുമായിട്ട്, വരുന്ന ടൂറിസ്റ്റുകളുമായിട്ടൊക്കെ അത് അവരുടെ ഒരു ഉപജീവന മാർഗവും എല്ലാമായിട്ട് അവരും കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ട് ശാന്തമായിരിക്കുന്ന ഒരു കാശ്മീരിൽ അതിൻ്റെ ഉള്ളിൽ അവിടെ വിഘടനവാദികൾ, അല്ലെങ്കിൽ ഈ തീവ്രവാദികൾ, തീവ്ര ആശയമുള്ളവർ അവിടുത്തെ സാധാരണക്കാരുടെ കൂടി കഞ്ഞുകൂടി മുട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ്, അതായത് കൃത്യമായ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായത്. ഇത് തന്നെയാണ് ഹമാസിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ഇനി രണ്ടാമതൊരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഇസ്രായേലിലേക്ക് ഹമാസ് ആക്രമണം അഴിച്ചുവിടുന്ന സമയത്ത് അന്ന്
ബെഞ്ചമിൻ നെതന്യാഹുയുടെ അവസ്ഥ എന്തായിരുന്നു? അവിടുത്തെ ജനങ്ങളാൽ, അല്ലെങ്കിൽ അവിടുത്തെ ജനം മുഴുവൻ മടുത്ത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം ഉണ്ടായപ്പോൾ ലോകരാജ്യങ്ങളിലുള്ള പലരും പറഞ്ഞു ഇത് മൊസാദിൻ്റെ വീഴ്ചയാണ്, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ്. പക്ഷേ ഇസ്രായേലുള്ള ഒരാളും പറഞ്ഞില്ല ഇത് ഞങ്ങളുടെ വീഴ്ചയാണെന്ന് പറഞ്ഞില്ല. അവർ പറഞ്ഞത് എപ്പോഴാണ്? ഹമാസിനെ അടിച്ച് നിരപ്പാക്കിയതിന് ശേഷം അവർ കൃത്യമായ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പാളിച്ചകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഒരു യുദ്ധത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണിത്. ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുമായിട്ട്, അതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ യുദ്ധം ഉണ്ടായ സമയത്ത്, ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇസ്രായേൽ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ഇസ്രായേലിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഗാസ ജീവിച്ചിരുന്നത്. ഇസ്രായേൽ ആദ്യം തന്നെ ചെയ്തത് ആ വൈദ്യുതി ലൈൻ കട്ട് ചെയ്യുക ചെയ്തത്. അതോടുകൂടി എന്തുണ്ടായി? ഹമാസിൻ്റെ ടണലിലൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടായിരുന്നു, ആ ടണലുകളടക്കം വർക്ക് ചെയ്യാതായി. പിന്നീട് അവർ ജനങ്ങളിൽ നിന്നുള്ള ഡീസലും എല്ലാം എടുത്തിട്ടാണ് അവരുടെ ടണൽ സംവിധാനം പോലും പ്രവർത്തിപ്പിച്ചത്. ഇവിടെ ഇന്ത്യ ചെയ്തതും അത് തന്നെയാണ്. ഇന്ത്യ എനിക്ക് തോന്നുന്നു ഇസ്രായേലിന് പഠിച്ചിട്ട് തന്നെയാണ് ആ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. ഇന്ത്യയോട് മനുഷ്യത്വം കാണിക്കാത്തവരോട് മനുഷ്യത്വം കാണിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യ ആ കരാർ മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയം മറന്ന്, മതം മറന്ന്, മറ്റു ലക്ഷ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇവിടുത്തെ ഇന്ത്യയിലുള്ള ജനത പൂർണ്ണമായിട്ടും, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനെ, ഇന്ത്യ ഭരണകൂടത്തിന്റെ ഓരോ നീക്കങ്ങളെയും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ഒരു മാസം മുമ്പ് പാക് അധീന കാശ്മീരിൽ അലക്സ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു മുന്നേറ്റം, ഒരു റാലി നടക്കുകയുണ്ടായി. ലോകം മുഴുവൻ അവിടേക്ക് അന്ന് ശ്രദ്ധ പോയതാണ്. ഹമാസിൻ്റെ നേതാക്കളായിരുന്നു അവിടുത്തെ പ്രധാന ആകർഷണം. അന്നേ പറഞ്ഞതാണ് ഇന്ത്യക്ക് എന്തോ വരാനിരിക്കുന്നുവെന്ന്. ശക്തമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും തീവ്രവാദികളുടെ പരിശീലനവും അവരുടെ മുന്നൊരുക്കവുമൊക്കെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് 26 സാധാരണക്കാരുടെ നെഞ്ചിലേക്കും ശിരസിലേക്കും വെടിയുണ്ടകളായിട്ടാണ് പെയ്തിറങ്ങിയത്. എന്തായാലും പഹൽഗാം ആക്രമണം മറ്റൊരു തലത്തിലേക്ക്, വഴിത്തിരിവിലേക്ക് വരികയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അത് മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ ഷിംല കരാർ റദ്ദാക്കി പാകിസ്ഥാനും മറുപടി തന്നിരിക്കുന്നു. എന്തായാലും ഇത് എത്രത്തോളം ഇരു രാജ്യങ്ങളെ ബാധിക്കുമെന്ന് കണ്ടറിയാം. ഇന്ത്യയെ സംബന്ധിച്ചും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: എല്ലാം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ് ഇതെന്ന്. അതുകൊണ്ട് ഈ നിലപാട് തന്നെയാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ളത്. ആ നിലപാടാണ് പ്രേക്ഷകരോട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഞങ്ങൾ പൂർണ്ണമാക്കുകയാണ്. അടുത്ത വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.